السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. സൃഷ്ട ആയുസ് റബ്ബ് പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. എനിക്കും നിങ്ങൾക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് ഗഫ്ലത്ത് എന്നുള്ളത്. ഗഫ്ലത്ത് ഖുർആനിലും ഹദീസിലും ധാരാളം കാണുന്ന ഒരു പ്രശ്നം, ഒരു വിഷമമാണ് ഗഫ്ലത്ത്. നേർക്ക് നേർ അതിന് ഭാഷാ അർത്ഥം അശ്രദ്ധ എന്നാണ്. അശ്രദ്ധ അശ്രദ്ധ എന്നതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ട്. പരിശുദ്ധ ഖുർആൻ അശ്രദ്ധയുള്ള ആളുകളെ വിമർശിച്ച് പറയുന്നതും കാണാം. അശ്രദ്ധ എന്നത് ഒരു പരിമിതമായ അർത്ഥത്തിൽ ഒതുങ്ങുന്നതല്ല. മഹാന്മാരായ അയിമ്മത്ത് അതിന് കൃത്യമായ അർത്ഥം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ അർ-റാഗിബുൽ അസ്ഫഹാനി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന അർത്ഥം അൽ-ഗഫലത്തു ബി അന്നഹാ സഹ്വുൻ യഅ്തരിൽ ഇൻസാനു മിൻ ഖില്ലത്തി തഹഫ്ഫുളി വത്തയഖുളി. പൂർണ്ണമായ ഉണർവ് ഇല്ലാതെ, പൂർണ്ണമായ സൂക്ഷ്മതയില്ലാതെ മനുഷ്യനിൽ സംഭവിക്കുന്ന ഒരു മറവി എന്ന് പറയാൻ പറ്റും അശ്രദ്ധയെ. യഥാർത്ഥത്തിൽ ഇസ്ലാമിക തത്വങ്ങളിൽ കാണുന്ന, ഹദീസുകളിലും ഖുർആനിന്റെ ആയത്തുകളിലും കാണുന്ന അശ്രദ്ധ, വഫിൽ ഇസ്ലാമി യകൂനുൽ ഗാഫിലു ബിമൻ ലഹാ ഔ അഹ്മല അൻ ഉമൂരിദ്ദീനി. ദീനിന്റെ കാര്യങ്ങൾക്ക് വീഴ്ച വരുത്തുന്ന, ദീനിന്റെ കാര്യങ്ങളിൽ ഗൗരവം കാണാത്ത അവസ്ഥയെ ആണ് ശരിക്കും അശ്രദ്ധ എന്ന് പറയാം. ദീനിന്റെ കാര്യത്തിന് ഗൗരവം കാണാത്ത, ദീനിയായ കാര്യത്തിന് പ്രാധാന്യം കുറഞ്ഞു കാണുന്ന, ഒരു കളിയും തമാശയും പോലെ കൊണ്ടു നടക്കുന്ന ഏതൊരു കാര്യത്തിനും അശ്രദ്ധ എന്ന് പറയാം എന്ന് മഹാന്മാർ ഇതിന് അർത്ഥം കൊടുക്കുന്നതായി കാണാം. അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറത്തുൽ അംബിയാ തുടങ്ങുന്നത് തന്നെ ഈ അശ്രദ്ധയെ കുറിച്ചാണ്. ശരിക്കും ഒരു മനുഷ്യൻ അശ്രദ്ധയിൽ പെട്ടുപോയാൽ അവന്റെ ആയുസ് തീരുന്നത് അവൻ അറിയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ദീനിയായ കാര്യത്തിന്റെ ഗൗരവം കുറഞ്ഞു കാണുന്ന ഒരു അവസ്ഥ. അതിനാണ് ഗഫ്ലത്ത് എന്ന് പറയാം. ഖുർആൻ ധാരാളം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ കാണാൻ കഴിയും. സൂറത്തുൽ അംബിയാ തുടങ്ങുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ആയത്തുകളിലേക്ക് കടന്നു വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ. ഹിസാബിന്റെ സമയം മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ഇനി ഒരുപാട് കാലം ഒന്നും ആയുസ്സില്ല. ലോകം അവസാനിക്കും, ഖിയാമത്ത് വരും, ഹിസാബ് വരും. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. പക്ഷേ മനുഷ്യന്മാരെല്ലാവരും ഒരു അശ്രദ്ധയിലാണ്. സ്വന്തം മരണത്തെക്കുറിച്ച് പോലും ഓർമ്മയില്ലല്ലോ. സ്വന്തം വിചാരണയെക്കുറിച്ച് പോലും ഓർമ്മയില്ല.
മാ യതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഓർമ്മപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്മാർ ഒരു തരം പ്രത്യേക കളിയിലും ചിരിയിലുമായി തമാശയിലായി കണ്ടുപോകുന്നു. ഈ ആയത്തിന് ഇങ്ങനെ അർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഒരു ആശയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. പണ്ടൊക്കെ വയല് കേട്ടാൽ കരയുമായിരുന്നു. പണ്ടൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള പറച്ചിലും വിചാരങ്ങളും വന്നാൽ കരയുമായിരുന്നു. പണ്ടൊക്കെ ഒരു ദുആ മജ്ലിസിൽ പങ്കെടുത്താൽ കുറെ നാളത്തേക്ക് ആ ഹൃദയത്തിൽ ആ മജ്ലിസ് ഒരു പ്രകമ്പനമായി നിലകൊള്ളുമായിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പണ്ടൊക്കെ അദാബ് സംബന്ധമായി ഒരു ആയത്ത് ഓതുകയോ പഠിക്കുകയോ ചെയ്താൽ ആളുകളുടെ ഹൃദയത്തിൽ ഒരു വേദന നിലനിൽക്കുമായിരുന്നു. അദാബിന്റെ ആയത്ത് അന്നും ഇന്നും ഖുർആനിൽ ഒരുപോലെ തന്നെ നിൽക്കുന്നു. പക്ഷെ മനുഷ്യന്മാരിൽ അതിന്റെ മാറ്റങ്ങൾ കാണുന്നില്ല. കണ്ടോളൂ, മറ്റൊരു ആയത്ത് കണ്ടോളൂ. സൂറത്തുൽ അംബിയാഇന്റെ തന്നെ 97-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا بل كنا ظالمين. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലേക്ക് പോവാനുള്ള നമ്മളോട് വഅദ ചെയ്തു വെച്ചിരിക്കുന്ന സമയമൊക്കെ ആയി കഴിഞ്ഞു. പക്ഷേ നമ്മളുടെ കണ്ണുകൾ ഇപ്പോഴും മറ്റു പല അലങ്കാരങ്ങളിൽ നിലനിൽക്കുകയാണ്. നമ്മുടെ നോട്ടവും നമ്മുടെ ചിന്തയും നമ്മുടെ അന്വേഷണങ്ങളും നമ്മുടെ ജീവിത ലക്ഷ്യമൊക്കെ വേറെന്തൊക്കെയോ ദുനിയവിയായ കാര്യത്തിലാണ്. നമ്മൾക്ക് തിരിച്ചു പോവാൻ സമയമായിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ ചൊല്ലുമ്പോൾ നമ്മൾ പറയും, പടച്ചോനെ, ഭൂമിയിൽ ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയവരാണ് അല്ലാ എന്ന് മനുഷ്യൻ പറയുമെന്ന് ഖുർആൻ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ദീനിയായ സാഹചര്യങ്ങളെ ഗൗരവത്തോടുകൂടെ കാണാത്ത അവസ്ഥയ്ക്ക് പറയുന്ന ഒരു പേരാണ് ഗഫ്ലത്ത്, അശ്രദ്ധ. ഗഫ്ലത്ത് ഒരു മനുഷ്യനിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ദീനിയായ കാര്യങ്ങൾക്ക് ഗൗരവം കുറയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ പല നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നത് കണ്ടോളൂ. അൽ ഗഫ്ലത്തു തുസീദുൽ ഹസ്റ. ഗഫ്ലത്ത് എന്ന ദീനിയായ കാര്യങ്ങളിൽ ഗൗരവം കുറഞ്ഞു കാണുന്ന അവസ്ഥ ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അയാൾ തൊടുന്നത് പരാജയമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത് അയാളിൽ വന്നു ചേരുന്നത്, അയാൾക്ക് അള്ളാഹ് കൊടുത്ത നിഅമത്തുകളൊക്കെ പതുക്കെ ഒഴുകിപ്പോകും. മൂന്നാമത്, ആർക്കും സേവന മനസ്സോടുകൂടെ ഒരു ഉപകാരം ചെയ്യാൻ ഈ മനുഷ്യന് കഴിയാതെ പോകും. നാലാമത് അയാളിൽ വന്നു ചേരുന്ന ബുദ്ധിമുട്ട്, അയാൾ അസൂയ ഉള്ള സ്വഭാവക്കാരനായി മാറും. അഞ്ചാമത് അയാളിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ട്, അയാൾ ലോകമടിയനും അതുപോലെ തന്നെ ഒരിക്കലും സന്തോഷമില്ലാത്തവനുമായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് ഈമാനികമായ ഒരു നിയന്ത്രണത്തിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. ഗഫ്ലത്ത് മറന്നു പോവരുത്. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഗാഫിൽ, ഗാഫിലീൻ എന്നൊക്കെ പറയുന്നുണ്ട്, ഗഫ്ലത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ദീനിന്റെ കാര്യത്തിന് ശ്രദ്ധ കുറച്ച് കാണുന്ന, ഗൗരവം കുറച്ച് കാണുന്ന അവസ്ഥയാണ് ആ പറയപ്പെട്ടത്. അള്ളാഹു നമുക്ക് നല്ല ഉണർവുള്ള മനസ്സ്, ദീനിലേക്ക് ഉണർവുള്ള മനസ്സ് തന്ന് അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായ പൂർവീകരായ ഇന്നലകളിൽ കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങൾ പലരും ഈ വിഷയത്തെ വലിയ ഗൗരവത്തോടുകൂടെ കണ്ടിരുന്നു എന്ന് ഇമാം ഗസാലിയെ പോലെയുള്ളവർ രേഖപ്പെടുത്തുന്നതായി കാണാം. ഒരു മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഉസ്താദ് മരിച്ച ശേഷം ഉസ്താദിനെ സ്വപ്നത്തിൽ കണ്ടു. ശിഷ്യൻ, മഹാനായ ഉസ്താദിനെ മഹാനായ ഒരു ശിഷ്യൻ കണ്ടു. മരണാനന്തരം കാണപ്പെട്ട ഉസ്താദിനെ, സ്വപ്നത്തിലൂടെ കണ്ട ഉസ്താദിനെ ശിഷ്യൻ 1-2 ചോദ്യങ്ങളിലൂടെ നേരിടുകയാണ്. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, മരണപ്പെട്ട് അങ്ങ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്ര പോയ ആളാണ്. അവിടെ ചെന്നപ്പോ
ഏറ്റവും കൂടുതൽ ആളുകൾ പരാജയപ്പെട്ട് റബ്ബിന്റെ മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു കാരണം എന്തെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉസ്താദ് സ്വപ്നത്തിൽ ശിഷ്യനോട് പറഞ്ഞു, ഹസ്രത്തുൽ ഗഫ്ല. അധിക ആളുകൾക്കും ആഖിറം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഗഫ്ലത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദീനിന്റെ കാര്യത്തിന് ഗൗരവം കുറച്ച് കാണുന്ന ഒരവസ്ഥ. അങ്ങനെ പറയപ്പെട്ടു. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മരിച്ചുപോയ ഒരാളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ ഈ മരിച്ചുപോയ ആള് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുന്ന വാക്കുകൾ തന്നെയാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. അയാൾ പറയുന്ന കാര്യങ്ങൾ ലോകത്ത് പുലരാൻ സാധ്യതയുള്ളതാണ്. ഇതാണ് സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട കിതാബുകളിൽ മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു ശിഷ്യനോട്, അധിക ആളുകളും ആഖിറം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവിടെ വന്നിരിക്കുന്നത് അവർക്കെല്ലാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദീനിന്റെ കാര്യത്തിൽ ഗഫലത്തായിരുന്നു, ഒരു അശ്രദ്ധയായിരുന്നു. അതാണ് ആഖിറം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കുറെ ആളുകൾ അവിടെ വന്നിട്ടുള്ളത്. മഹാനായ ദന്നൂനുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ സൂഫിയാണ്, വലിയ മഹാനാണ്. മഹാനവറുകളെ പലരും സ്വപ്നത്തിൽ കണ്ടപ്പോ മഹാനവറുകൾ വഫാത്തായി മഹാനായ ദന്നൂനുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ട ശേഷം മഹാനവറുകളെ പല സ്വാലിഹീങ്ങളും സ്വപ്നത്തിൽ കണ്ടപ്പോ മഹാനവറുകളോട് പലരും ചോദിച്ചു, മഹാനായ ദന്നൂനുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവറുകളെ, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അങ്ങ് മരണം കഴിഞ്ഞ് യാത്ര പോയ ആളാണ്. അവിടെ ചെന്നപ്പോ അങ്ങേക്കുണ്ടായ അനുഭവം എന്തെന്ന് ചോദിച്ചപ്പോ മഹാനായ ദന്നൂനുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞു, അശ്രദ്ധയിൽ ജീവിക്കുന്ന, ദീനിന്റെ കാര്യത്തിൽ അശ്രദ്ധയിൽ ജീവിക്കുന്ന, അതിപ്പോ ഒരു തലേന്ന് ഇറങ്ങിപ്പോകുന്ന തട്ടൻ നേരിടുന്ന കാര്യത്തിലാണെങ്കിൽ പോലും, സക്കാത്തിന്റെ ഡേറ്റ് തെറ്റുന്ന കാര്യത്തിലാണെങ്കിൽ പോലും, ജമാഅത്തിന് പള്ളിയിൽ പോകാൻ ഒരു ശ്രദ്ധക്കുറവ് വന്നുകൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ കാര്യത്തിലാണെങ്കിലും, ഏത് കാര്യം എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ദീനിയായ കാര്യം ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന ആളുകൾക്ക് റബ്ബിന്റെ മുന്നിൽ ഗൗരവകരമായ ഹിസാബ് ഉള്ളതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ ദന്നൂനുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ സ്വപ്നം കണ്ട് സ്വപ്നത്തിലൂടെ ചോദ്യം ഉന്നയിച്ചവരോട് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ മരിച്ചു പോകും എന്ന ഒരു തോന്നൽ പോലും നമ്മുടെ മനസ്സിൽ ഇല്ല. അതാണ് ഇന്ന് ഈ ഗഫ്ലത്ത് എന്ന് പറയുന്ന വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയാവേണ്ടത്. നമ്മൾ മരിക്കും എന്നൊരു തോന്നൽ നമുക്ക് ഇല്ല. അങ്ങനെ വരുമ്പോൾ തെറ്റുകൾ കൂടുതൽ സംഭവിക്കും. എന്നാൽ 3 അടയാളം നമ്മളിൽ കാണപ്പെട്ടാൽ നമ്മുടെ ആയുസ് അവസാനിക്കും എന്നതിന്റെ തെളിവായി കഴിഞ്ഞു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ പ്രമുഖനാണ്, പ്രധാനിയാണ്. മഹാനായ ഖബീലുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാമിനോട് വല്ലാത്ത സൗഹാർദ്ദമുള്ള മഹാനാണ്. ഇസ്രായേൽ അലൈഹിസ്സലാമും യാക്കൂബ് നബിയും വലിയ സൗഹാർദ്ദത്തിലാണ്. അങ്ങനെ ഇരിക്കെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ മഹാനായ ഖബീലുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാം വന്ന സമയം മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യാക്കൂബ് നബി ചോദിക്കുന്നുണ്ട്, അസായിറൻ ജിഅത അം ഖാബിലൻ റുഹീ, മലക്കുൽ മൗത്തെ അങ്ങ് വന്നിരിക്കുന്നത് എന്നെ കാണാൻ വേണ്ടി വന്നതാണോ അതോ എന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാണോ? യാക്കൂബ് നബിയോട് ഇസ്രായേൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അങ്ങയെ കാണാൻ വേണ്ടി മാത്രമാണ്, ഞാൻ റൂഹ് പിടിക്കാൻ വന്നതല്ല. ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി വന്നതാണ്, റൂഹ് പിടിക്കാൻ വന്നതല്ല. അപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം ഇസ്രായേലിനോട് ചോദിക്കുന്നുണ്ട്, ഫഇന്നീ അസ്അലുക ഹജാ, ഇസ്രായേൽ അങ്ങയോട് എനിക്കൊരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. ഇസ്രായേൽ ചോദിക്കുന്നുണ്ട്, തങ്ങളെ എന്താണ് അങ്ങേക്ക് ചോദിക്കാനുള്ളത്? വമാഹിയ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അൻതുഅലിമനി ഇദാ ദനാ അജലി, ഞാൻ മരിക്കേണ്ട സമയം അടുത്തെടുത്ത് വരുമ്പോ, എന്റെ മരണത്തോട് ഞാൻ അടുക്കുമ്പോ അത് എന്നെ ഒന്ന് അറിയിക്കണേ, ഞാൻ എപ്പോഴാ മരിക്കാ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു സൂചന എന്നോട് നേരത്തെ ഒന്ന് പറയണേ. അങ്ങന്റെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് അതിന്റെ സൂചനകൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഇസ്രായേൽ പറഞ്ഞു, ഞാൻ
അങ്ങ് മരിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ ആയുസ് അവസാനിക്കുമെന്നതിന്റെ സൂചന ഞാൻ തരാം. ഉർസിലു ഇലൈക റസൂലൈനി ഔ സലാസ, 2-3 ദൂതന്മാരെ ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് പറഞ്ഞയച്ചേക്കാം. അങ്ങയുടെ റൂഹ് അവസാനിച്ചു, അങ്ങയുടെ ആയുസ് അവസാനിച്ചു, അങ്ങയുടെ റൂഹ് പിടിക്കാനായി എന്നത് 2-3 ദൂതന്മാരെ പറഞ്ഞയച്ച് ഞാൻ വിവരം തന്നേക്കാം എന്ന് പറഞ്ഞു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ആയുസ് അവസാനിച്ചപ്പോ അത്താ ഇലൈഹി മലക്കുൽ മൗത്ത്, മഹാനായ ഇസ്രാഈൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാനായി മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ചെന്നപ്പോ യാക്കൂബ് നബി മുമ്പൊക്കെ ചോദിച്ച പോലെ തന്നെ ചോദിച്ചു, അസായിറൻ ജിഅത അം ലിഖബ്ദി റൂഹി, ഇസ്രാഈലേ നീ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ റൂഹ് പിടിക്കാനോ അതോ എന്നെ സന്ദർശിക്കാനോ? ഇസ്രായേൽ അലൈഹിസ്സലാം പറഞ്ഞു, യാക്കൂബ് നബിയെ, ഞാൻ വന്നിരിക്കുന്നത് അങ്ങയെ സന്ദർശിക്കാനല്ല, മറിച്ച് ഞാൻ അങ്ങയുടെ റൂഹ് പിടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ മഹാനായ യാക്കൂബ് നബി ചോദിക്കുന്നുണ്ട്, അവലസ്ത കുന്ത അഖ്ബർതനി അന്നക തുർസിലു ഇലയ്യ റസൂലൈനി ഔ സലാസ, 2-3 ദൂതന്മാരെ ഞാൻ മരിക്കുന്നതിന് മുന്നേ എന്റെ ആയുസ് അവസാനിച്ചു എന്ന വിവരം എന്നോട് പറയാൻ അങ്ങ് പറഞ്ഞയച്ചേക്കാമെന്ന് നേരത്തെ എന്നോട് പറഞ്ഞതാണല്ലോ, എന്നിട്ട് ദൂതന്മാരെ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ ഇസ്രായേൽ. യാക്കൂബ് നബിയോട് ഇസ്രായേൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖദ് ഫഅൽതു, ഞാൻ ആളെ അയച്ചിരുന്നല്ലോ, 3 ദൂതന്മാരെ ഞാൻ പറഞ്ഞയച്ചിരുന്നല്ലോ, അങ്ങനത്തെ അവരെ കണ്ടില്ലേ, അങ്ങ് ശ്രദ്ധിച്ചില്ലേ? നമ്മൾ പറഞ്ഞ വിഷയമാണ് ഇവിടെ. സ്വന്തം മരണത്തെ കുറിച്ച് പോലും അശ്രദ്ധ വരുന്ന മനസ്സാണ് നമ്മുടേത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാറില്ല, നമ്മൾ ഗൗരവത്തോടെ കാണാറില്ല. ഈ ദൂതന്മാര് നമുക്കും വന്നതാണ്. നമ്മുടെ മരണത്തിന് മുമ്പ് വരാനുള്ള 3 ദൂതന്മാരാണ്. ഈ 3 അടയാളമുണ്ടെങ്കിൽ നമ്മുടെ റൂഹ് പിടിക്കാൻ ഇസ്രായേൽ വരാൻ സമയമായി എന്നാണ് അതിനർത്ഥം. ഇസ്രായേൽ അലൈഹിസ്സലാം യാക്കൂബ് നബിയോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ച 3 ദൂതന്മാർ ആരാണെന്നറിയുമോ? ഒന്നാമത്തെ ദൂതൻ ബയാദു ശഅരിക ബഅദ സവാദിഹി, അങ്ങയുടെ കറുത്ത മുടികൾക്ക് നര വന്നിട്ടുണ്ടോ? അങ്ങയുടെ കറുത്ത തലമുടിയിൽ നര ബാധിച്ചിട്ടുണ്ടോ? അങ്ങയുടെ കറുത്ത താടിയിൽ നര വന്നിട്ടുണ്ടോ? അങ്ങയുടെ കറുത്ത മീശയിൽ നര വന്നിട്ടുണ്ടോ? എന്നാൽ യാക്കൂബ് നബിയെ, ഒന്നാമത്തെ ദൂതൻ അങ്ങ് മരിക്കും, മരണം തൊട്ടടുത്ത് എത്തി എന്ന് പറയാനുള്ള ഒന്നാമത്തെ ദൂതൻ അതാണെന്ന് സയ്യിദുനാ ഇസ്രായേൽ. രണ്ടാമത്തെ ദൂതൻ വന്നിരുന്നു, വളുഉഫു ബദനിക ബഅദ ഖുവ്വതിഹി, ഇടക്കിടക്കുള്ള ശരീരം വേദന, പഴയതുപോലെ ശരീരത്തിന് ആരോഗ്യക്കുറവ്, പഴയതിനേക്കാളും ആരോഗ്യക്കുറവ്, പഴയതുപോലെ ആരോഗ്യമില്ലാത്ത അവസ്ഥ. അങ്ങേക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ യാക്കൂബ് നബിയെ, അങ്ങയുടെ റൂഹ് പിടിക്കാൻ ദൂതൻ, രണ്ടാമത്തെ ദൂതൻ റൂഹ് പിടിക്കാൻ സമയമായി എന്ന വിവരം പറയാൻ വന്ന രണ്ടാമത്തെ ദൂതൻ അങ്ങയുടെ ബലഹീനതയാണെന്ന് സയ്യിദുനാ ഇസ്രായേൽ അലൈഹിസ്സലാം. മൂന്നാമതൊരു ദൂതൻ വന്നിരുന്നു, അങ്ങയുടെ ശരീരത്തിനൊരു കുനിച്ചില് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇരുന്നിട്ട് എണീക്കുമ്പോ മുന്നോട്ടൊന്ന് കുനിഞ്ഞു പോവും. അങ്ങേക്ക് ശരീരത്തിന് ക്ഷീണം വന്നപ്പോ ശരീരത്തിനൊരു കുനിച്ചില്, പ്രധാനമായി അത് ചിന്തിക്കുന്നത് വടികുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു പ്രായത്തെ കുറിച്ച് സൂചിപ്പിക്കലാണ്. അങ്ങേക്ക് ശരീരത്തിന് മുന്നോട്ടൊരു കുനിച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് മരിക്കാൻ സമയമായി എന്ന് പറയാൻ വേണ്ടി മൂന്നാമത് വന്ന ദൂതൻ ആ കുനിച്ചിലാണ്, ശരീരത്തിന്റെ ആ മുന്നോട്ടുള്ള കുനിച്ചിലാണ്. ഹാദിഹി റുസുലി യാ യാക്കൂബ് ഇലാ ബനി ആദമ ഖബലൽ മൗത്ത്. ഇത് അങ്ങയുടെ അടുക്കൽ മാത്രമല്ല, ആദം സന്തതികളിലെ സർവർക്കും ഈ 3 ദൂതന്മാര് എത്തും. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഈ ദൂതന്മാർ എത്താറുണ്ട് മിക്കവാറും. എല്ലാ മനുഷ്യന്മാർക്കും ഈ 3 അവസ്ഥ വന്നാ അവര് മരിക്കാൻ സമയമായി. പക്ഷെ ആരും അത് ശ്രദ്ധിക്കാറില്ല. ആരും സ്വന്തം മരണത്തെ ശ്രദ്ധിക്കാറില്ല. മനസ്സെവിടെയോ ആണ്. മനസ്സ് പല ദുനിയവിയായ വിഷയങ്ങളിലാണ്. നമ്മുടെ മനസ്സിനൊരു ഏകാഗ്രത കിട്ടുന്നില്ല. നിസ്കരിക്കാൻ നിന്നാലും നമ്മുടെ മനസ്സിൽ അശ്രദ്ധ ഇങ്ങനെ കയറി വരാണ്.
وجاء رسول الموت والقلب غافل نعيمك في الدنيا غرور وحسرة وعيشك في الدنيا محال وباطل. മനോഹരമായ കവിത മഹാന്മാർ പഠിപ്പിക്കുകയാണ്. കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഒരു ദിവസം അങ്ങ് തീരുന്നതിന്റെ ഗൗരവം നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഒരു വയസ്സ് പൂർണ്ണമാകുമ്പോൾ ബർത്ത്ഡേ വെക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. സത്യത്തിൽ അവിടെ സന്തോഷിക്കല്ല, സങ്കടപ്പെടാൻ വേണ്ട. കാരണം ഒരു വയസ്സ് കഴിഞ്ഞല്ലോ, ഒരു വർഷവും കൂടി ഞാൻ മരണത്തോട് അടുത്തല്ലോ എന്നൊരു മെസ്സേജ് അതിൻ്റെ അകത്തുണ്ട്. ആ ഒരു മെസ്സേജ് മനുഷ്യരുടെ മനസ്സ് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. നഈമുക ഫിദ്ദുനിയാ ഗുറൂറുൻ വഹസ്റതു വഐശുക ഫിദ്ദുനിയാ മുഹാലു വബാതിലു. ഈ ദുനിയാവിലെ നിന്റെ അനുഗ്രഹങ്ങൾ ഇത് താൽക്കാലികമാണ്, സങ്കടമാണ്. നിന്റെ ദുനിയാവിലെ ശാശ്വത ജീവിതം അസാധ്യമാണ്. എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്ന അവസ്ഥയാണ് നിന്റെ ദുനിയാവ് എന്ന് മഹാനായ കവിശ്രേഷ്ഠൻ രേഖപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ അബൂ അലിയിൻ ദഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്, സൂഫിയാണ്. ഹിജ്റയുടെ 406 വർഷം വഫാത്തായ മഹാൻ ഒരിക്കൽ ഒരു സ്വാലിഹായ മഹാനെ കാണാൻ വേണ്ടി ചെന്നു. മഹാനവറുകൾ സ്വാലിഹായ മഹാൻ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി ചെന്നു. വലിയ വലിയ മശായിഖന്മാരിൽപ്പെട്ട മഹാനാണ് ഈ സ്വാലിഹായ മനുഷ്യൻ. അദ്ദേഹം രോഗിയായപ്പോൾ ഷെയ്ഖ് അബൂ അലിയിൻ ദഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹി കാണാൻ ചെന്നപ്പോ ഈ രോഗിയായ മഹാൻ വല്ലാത്ത കരച്ചിലാണ്, കിടന്ന് കരയുന്നു. കരഞ്ഞപ്പോ ചോദിച്ചു, എന്തിനാണങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ മഹാൻ പറഞ്ഞു, ഞാൻ എൻ്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയത് ഓർത്ത് കരഞ്ഞതാ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എങ്ങനെയാണ് നിസ്കാരം നഷ്ടപ്പെട്ടു പോയത്? അപ്പോ അങ്ങ് നിസ്കരിക്കാറൊക്കെ ഉണ്ടല്ലോ, നിസ്കാരം നഷ്ടപ്പെട്ടതായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. എല്ലാ വഖത്തും വളരെ ചെറുപ്പം മുതലേ കൃത്യമായി അവ്വൽ വഖത്തിൽ നിസ്കരിക്കുന്ന ആളല്ലേ, എങ്ങനെയാ നിസ്കാരം നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു. അപ്പൊ മഹാൻ പറഞ്ഞു, ലി അന്നീ ഖദ് ബഖൈതു യൗമി ഹാദാ വമാ സജദതു ഇല്ലാ ഫീ ഗഫ്ലതി. ഞാൻ ഒരു സുജൂദ് ചെയ്തപ്പോ, ഇന്നത്തെ ദിവസം ഞാൻ ഒരു സുജൂദ് ചെയ്തപ്പോ ആ സുജൂദിൽ എനിക്ക് ഏകാഗ്രത ഇല്ലാതെ പോയത് ഓർത്തു. ആ സുജൂദ് ഏകാഗ്രത ഹൃദയത്തിൽ നിസ്കാരത്തിൽ ഉണ്ടാവേണ്ട ഭയഭക്തി ആ ഒരു സുജൂദിൽ മാത്രം എനിക്ക് ഇല്ലാതെ വന്നു. ഒരു സുജൂദ് നഷ്ടപ്പെട്ടാൽ ആ നിസ്കാരം പോയി എന്നല്ല അതിനർത്ഥം. അങ്ങനെ വന്നപ്പോ ആ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞപ്പോ ഞാൻ ഇപ്പോഴാണ് അതേക്കുറിച്ച് ഓർത്ത് കരയുന്നത്. എൻ്റെ ആ ഒരു സുജൂദ്, അള്ളാഹു എന്ന വിചാരം ആ സുജൂദിൽ എനിക്ക് മനസ്സിലില്ലാതെ വന്നപ്പോ അത് മുഖേന എൻ്റെ നിസ്കാരം നഷ്ടപ്പെട്ടല്ലോ എന്നത് ഓർത്ത് ഞാൻ കരഞ്ഞതാണ് എന്ന് മഹാനായ ആ സൂഫി, മഹാനായ ഷെയ്ഖ് അബൂ അലി ദഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മറുപടി കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പാടാൻ തുടങ്ങി. ആ മഹാൻ രോഗിയാണ്, മരണത്തോടടുത്ത സമയമാണ്. പാടാൻ തുടങ്ങി. എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന വാക്കുകൾ. തഫക്കർതു ഫീ ഹശ്രി വയൗമി ഖിയാമത്തി വഅസ്ബഹ ഖദ്ദി ഫിൽ മഖാബിരി സാവിയാ فريدا وحيدا بعد عز ورفعتي رهينا بجرمي والتراب بساديا تفكرت في طول الحساب وعرضه وذل مقامي حين أعطى كتابيا ولكن رجائي فيك ربي وخالقي بأنك تعفو يا إلهي خطايا. നമുക്കെല്ലാവർക്കും മറവി സംഭവിക്കുന്ന കാര്യങ്ങളായി മഹാൻ പാടിയത്. മഹാൻ പറയാണ്, എൻ്റെ മഹ്ശറ ഞാൻ ആലോചിച്ചു, എൻ്റെ ഖിയാമത്ത് നിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. വഅസ്ബഹ ഖദ്ദീ, ഒരു പക്ഷേ നാളെ സുബഹിക്ക് എൻ്റെ കവിൾത്തടം ഫിൽ മഖാബിരി സാവിയ, ഖബറിൽ മണ്ണ് പുരണ്ട് കിടക്കുന്ന അവസ്ഥയായിരിക്കും.
എന്റെ കവിൾ തടത്തിന് എന്ന് ഞാൻ ആലോചിച്ചു. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ കവിളിൽ മണ്ണ് പുരളുന്ന ഒരു പ്രഭാതമായിരിക്കും നാളെ രാവിലെ എന്ന്. അല്ലെങ്കിലും മനുഷ്യര് ചിന്തിക്കുന്നുണ്ടോ? ഒരു മരണം നടന്നാൽ പരമാവധി 12 മണിക്കൂറിലധികം ആ മയ്യത്ത് ഒരു വീട്ടിലും വെക്കാൻ ആരും സമ്മതിക്കലില്ല. എത്ര ഇഷ്ടപ്പെട്ട ആളെയാണ് മരിച്ചാലും മക്കളും ഭാര്യയും കുടുംബാംഗങ്ങളും പറയും, എത്ര ഇഷ്ടമുണ്ടെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്തോ, ഇവിടെ വെക്കണ്ടെന്നേ പറയൂ. ഇഷ്ടപ്പെട്ട ആളെ മറവ് ചെയ്യാതെ ആരും വീട്ടിൽ സൂക്ഷിച്ചു വെക്കലില്ല. ഉണ്ടോ? നാറ്റം സഹിക്കാവതല്ല, ആർക്കും ഇഷ്ടമല്ല. എന്നാൽ നമ്മുടെ ശരീരത്തിൽ മണ്ണ് പുരളേണ്ട ഖബറിന്റെ ഗഹ്വരങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ മഹാനായ സൂഫി അങ്ങ് പാടാൻ തുടങ്ങി. ഒരു പക്ഷെ നാളെ സുബഹിക്ക് എന്റെ കവിളിൽ മണ്ണ് പുരണ്ട് ഞാൻ ഖബറിൽ കിടക്കുന്ന പ്രഭാതമായിരിക്കും വരാനുള്ളത്. ഫരീദം വഹീദം ബഅദ ഇസ്സിൻ വരിഫഅതി. എന്റെ മനസ്സ് അശ്രദ്ധയിലേക്ക് പോയാൽ പറ്റൂല. ഞാൻ ദുനിയാവിൽ ഒരുപാട് ഉന്നതമായ പദവിയിൽ ഇരുന്നവനാണ്, ഞാൻ ഒരുപാട് തിരക്കുള്ളവനാണ്. ഒരു ഖബർസ്ഥാനിലേക്ക് നോക്കിയാൽ പല പ്രമുഖരുടെയും ഖബർ കാണാം. ആ ഖബറിന്റെ അകത്ത് കിടക്കുന്നവർ ജീവിച്ചിരുന്നപ്പോൾ ഒരു 10 മിനിറ്റ് പോലും അവർക്ക് ഒഴിവില്ലായിരുന്നു. അത്രത്തോളം അവർക്ക് തിരക്കായിരുന്നു, ഓട്ടമായിരുന്നു. എത്രയോ തിരക്കുള്ള ഡോക്ടർമാർ മരിച്ചാൽ അയാളുടെ ഒരു ദിവസത്തെ കൺസൾട്ടിന് 1 മണിക്കൂറോ ഒരു 10 മിനിറ്റോ കിട്ടാൻ വേണ്ടി എത്ര ദിവസം മുന്നേ ചീട്ട് ബുക്ക് ചെയ്യേണ്ടിയിരുന്നു. എത്രയോ ആളുകളെ കണ്ട് അവസാനം കാണാൻ പറ്റുന്ന വലിയ വലിയ ബിസിനസ്സുകാരുണ്ട്, വലിയ വലിയ ഉദ്യോഗ തലങ്ങളിലിരിക്കുന്നവരുണ്ട്. അവരും മരിച്ചാൽ ഇപ്പോൾ അവർക്ക് തിരക്കൊന്നുമില്ല. അവരുടെ ഖബറിന്റെ അകത്ത് അവർ തനിച്ച് കഴിയുന്നു, ഒരു പ്രൊട്ടക്ഷനുമില്ല. തന്നെ കാണാൻ വേണ്ടി ടോക്കൺ എടുക്കേണ്ടതില്ല. അങ്ങനെ ചെന്ന് ഖബറിൽ കിടന്നപ്പോൾ വിരിക്കാനും തലയണ വെക്കാനും പുതയ്ക്കാനും ഉള്ളത് മണ്ണ് മാത്രമാണ്. തഫക്കർതു ഫീ തൂലിൽ ഹിസാബി വഇർദിഹി വദില്ലി മഖാമി ഹീന ഉഴ്താ കിതാബിയാ. 50,000 കൊല്ല ഹിസാബ്. മഹ്ശറ നമുക്ക് അങ്ങനെയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ, അല്ലാഹു കബൂലാക്കിയ മനുഷ്യന്റെ ഹിസാബ് ഹബീബ് പഠിപ്പിച്ചു. 2 റക്അത്ത് നിസ്കരിക്കുന്ന സാവകാശമേ ഉള്ളൂ. അതായത് 2 റക്അത്ത് നിസ്കരിക്കാൻ ഒരാൾക്ക് വേണ്ട സമയം എത്രയോ അത്രം സമയമേ തോന്നുകയുള്ളൂ. ഒരു സ്വാലിഹായ മനുഷ്യന്റെ മഹാന്റെ ഹിസാബിന്റെ നേരം അത്ര എളുപ്പമായി തോന്നും. എന്നാൽ ഒരു പാപിയായ മനുഷ്യന്റെ ഹിസാബിന് 50,000 കൊല്ലം തോന്നും. 50,000 കൊല്ലം തോന്നലല്ലാതെ യഥാർത്ഥമാണ്. 50,000 കൊല്ലത്തെ ഹിസാബ് ഒരു മുത്തഖിയായ മനുഷ്യന് അനുഭവപ്പെടുന്നത് 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് തീരലാണ്. എന്നാൽ കേട്ടോളൂ, ഈ മഹാനായ കവി പറയുന്നു, ഈ മഹാനായ സൂഫി പറയുന്നു, നാളെ അള്ളാഹുവിന്റെ മുന്നിലെ എന്റെ ഹിസാബിനെ കുറിച്ചും ആ ഹിസാബിന്റെ ദൈർഘ്യതയെ കുറിച്ചും ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ ജീവിക്കുന്നത് 70 വയസ്സാണ് എങ്കിൽ എന്റെ ജീവിതത്തെ ചികയാൻ, എന്റെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കാൻ പരമാവധി ഒരു ദിവസത്തെ ജീവിതത്തെ ഒരു ദിവസം അങ്ങ് ഹിസാബ് ചെയ്താൽ 70 വയസ്സ് ജീവിച്ച എന്റെ ജീവിതത്തെ ഹിസാബിന് വേണ്ടി എടുത്താൽ തന്നെ പരമാവധി ചികഞ്ഞ എന്റെ ജീവിതത്തെ ഹിസാബ് നടത്തിയാൽ പരമാവധി 70 ദിവസം 70 വർഷം മതിയാവും. പക്ഷെ ഈ 50,000 കൊല്ലം എന്നെ അവിടെ അങ്ങ് നിർത്തിയിട്ട് വിചാരണ ചെയ്യലല്ലേ, അല്ലെങ്കിൽ എന്റെ കണക്ക് നോക്കൽ അങ്ങനെയല്ലേ? അള്ളാന്റെ കോടതിയിൽ എന്തിനാണ്? സ്വിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ എല്ലാം വളരെ വേഗത്തിൽ സംവിധാനിക്കപ്പെട്ടിട്ടുള്ള ഭൂമിയുടെ ഈ താൽക്കാലിക സംവിധാനമല്ല മഹ്ശറ. ഒരു ചിപ്പിന്റെ അകത്ത്, ഒരു സെല്ലിന്റെ അകത്ത് സർവ കാര്യങ്ങളും വിവരങ്ങളും ശേഖരിച്ചു വെക്കുന്ന മെമ്മറി സൗകര്യമുള്ള, ഹാർഡ് ഡിസ്കിന്റെ സൗകര്യമുള്ള ഈ ഭൂമിയുടേതുപോലെയല്ല. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ ഒന്നും തന്നെ വിട്ടുപോവാതെ എല്ലാം രേഖപ്പെടുത്തിയ ഈ കിതാബ് എത്ര അത്ഭുതമെന്ന് ഓരോരുത്തരും പറയുന്ന
അത്രമേൽ നമ്മുടെ കണ്ണ് ചിമ്മിയത് മുതൽ, കരിയില പിറക്കിയത് മുതൽ, ഉറുമ്പ് കടിച്ചത് മുതൽ, വലത്തോട്ട് തിരിഞ്ഞത് മുതൽ, കണ്ണിന്റെ ഓരോ ഇമയും വെട്ടിയപ്പോൾ നാം കണ്ട നന്മയും നാം കണ്ട തിന്മയും കൃത്യമായി കോളം വരച്ച് ഡേയും ഡേറ്റും അതിന്റെ ടൈമും വെച്ച് നമ്മെ ഓർമ്മപ്പെടുത്തും വിധം സ്പഷ്ടമായി രേഖപ്പെടുത്തിയ ഒരു കിതാബ് കയ്യിലേക്ക് വരികയാണ്. ഈ കിതാബ് തരുന്നത്, ഈ കിതാബിൽ പറയപ്പെട്ട പോലെ നമ്മുടെ ജീവിതത്തെ വിചാരണ ചെയ്തുകൊണ്ടാണ്. ആ വിചാരണ ചെയ്യാൻ 70 വയസ്സ് ജീവിച്ച മനുഷ്യന് 70 വർഷമല്ല, ഹിസാബ് ഇങ്ങനെ 50,000 കൊല്ലം അതിനപ്പുറത്തേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കും. എന്തപ്പോ ഇതിന്റെ കാര്യം? അത്രയും ചകയാണ്, ജീവിതത്തെ പിടിച്ചിട്ട് കുടയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ അതൊക്കെ ആലോചിക്കാറുണ്ടെന്ന് മഹാനായ സൂഫി പാടുകയാണ്. മഹാനായ അബൂ അലി ദഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹി സൂഫിയുടെ കവിത ഇങ്ങനെ കേൾക്കുകയാണ്. വലാകിർ റജാഇ ഫീക റബ്ബി വഖാലിഖി ബിഅന്നക തഅഫു യാ ഇലാഹി ഖതാഇയാ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിലും എൻ്റെ റബ്ബിനെ എനിക്ക് പ്രതീക്ഷയാ. എൻ്റെ റബ്ബ് കരുണയുള്ളവനാ, എൻ്റെ റബ്ബ് സ്നേഹമുള്ളവനാ. പകലന്തിയോളം പാപം ചെയ്ത അടിമ രാത്രി ഒന്ന് കൈ നീട്ടിയിട്ട് എനിക്കൊന്ന് പുറത്തു തരണേ എന്ന് ചോദിക്കുമോ എന്നത് കാത്തിരിക്കുന്ന റബ്ബാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. രാത്രിയിൽ തെറ്റ് ചെയ്താൽ ഒന്ന് നേരം പുലർന്നപ്പോ ഒരു വിചാര പദത്തിൽ ഒരാലോചന വന്നു, ഇന്നലെ ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ, പൊറുക്കണേ എന്ന് നേരം പുലരുമ്പോഴെങ്കിലും അവനൊന്ന് കൈ ഉയർത്തി തേടുന്നത് കാത്തിരിക്കുന്ന റബ്ബാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അപ്പൊ ആലോചിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ ഇബാദത്തുകളൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിസ്കാരത്തിലെ അശ്രദ്ധ, എല്ലാം ഈമാനികമായ ഒരു നിയന്ത്രണം. അതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ല 2 വഴികളുണ്ട്. ഒന്ന്, നമ്മൾ നമ്മുടെ മനസ്സിനെ സ്വയം കൺട്രോൾ ചെയ്യാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മനസ്സിൽ ഇങ്ങനെ ആദ്യം ആലോചിക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് അള്ളാന്റെ പൊരുത്തം ഉണ്ടാവോ ഇല്ലയോ എന്ന് ആദ്യം ആലോചിക്കാം. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ, പടച്ചോന് ഇഷ്ടപ്പെടോ ഇല്ലയോ, ഇത് ആലോചിച്ചിട്ട് വേണം എന്ത് ചെയ്യാനും പറയാനും. നമുക്ക് ഈ അവസ്ഥ മാറ്റിയെടുക്കാനുള്ള 2 മാർഗങ്ങളാണുള്ളത്. ഈ 2 മാർഗങ്ങൾ അവലംബിച്ച് നമ്മൾ വിജയിച്ചാൽ നമ്മുടെ നിസ്കാരത്തിന് ശ്രദ്ധ കിട്ടും, നമ്മുടെ ഇബാദത്തിന് പൂർണ്ണമായ പ്രതിഫലം കിട്ടും, നമ്മുടെ മരണം റാഹത്താവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ വിമർശിച്ച് പറഞ്ഞ ഗഫ്ലത്ത് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇത് പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ടതാണോ? നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഈ പറയാൻ പോണത്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നാ ഞാൻ പറയണില്ല. ഞാൻ ഈ ചെയ്യാൻ പോണ കാര്യം പടച്ചോനെ നിനക്ക് ഇഷ്ടപ്പെടില്ലാത്ത കാര്യമെന്ന് എനിക്ക് തോന്നുന്നു, എന്നാ ഞാനത് അങ്ങോട്ട് ഉപേക്ഷിക്കാം. ആ ഒരു വിചിന്തനം, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുവോ അതിന്റെ മുന്നേ ഒരു ആലോചന നമ്മളാൽ നമ്മുടെ മനസ്സിൽ നടത്തിയാൽ ഒരു പരിധിവരെ ഈ ഗഫ്ലത്ത് മാറ്റിയെടുക്കാൻ പറ്റും. രണ്ടാമത്, ഒഴിവ് സമയങ്ങൾ മുഴുവനും പരമാവധി ദിക്റും സ്വലാത്തും ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് തന്നെയാണ് ഇതിന്റെ 2ാമത്തെ പരിഹാരം. ഈ 2 മാർഗങ്ങളിലൂടെ മനസ്സിന്റെ ഈ അശ്രദ്ധയെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പരലോകം രക്ഷപ്പെട്ടു, നമ്മുടെ ദുനിയാവ് രക്ഷപ്പെട്ടു, മരിക്കാൻ നേരം കലിമ ചൊല്ലാൻ കഴിയും, നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ നന്മ ചെയ്യാൻ നമുക്ക് കഴിയും. ഹൃദയത്തിൽ നിന്ന് അസൂയ പോകും. നേരത്തെ പറഞ്ഞ ഗഫ്ലത്തിന്റെ എല്ലാ അപലക്ഷണങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മഹാനായ ശഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുന്നുണ്ട്, ജനങ്ങൾ പലപ്പോഴും 3 കാര്യങ്ങൾ പറയാറുണ്ട്, പക്ഷെ അവരുടെ ജീവിതത്തിൽ ആ 3 കാര്യങ്ങൾ ഇല്ല. ഞാനും നിങ്ങളൊക്കെ ഈ 3 കാര്യം പറയാറുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതവുമായി ബന്ധമില്ല. നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് പറയും. പക്ഷെ നമ്മുടെ പ്രവർത്തനം മുഴുവനും വലിയ ഒരു ഉടമയെപ്പോലെ, മുതലാളിയെപ്പോലെ, ഒരു സ്വതന്ത്രനെ പോലെയാണ്. ഒരിക്കലും അടിമയുടെ വിധേയത്വം അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് വരാറില്ല.
മഹാനായ ഷഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ റിസ്ക്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ റിസ്ക് തരുന്നത് അള്ളയാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സത് സമ്മതിക്കുന്നില്ല. നമ്മൾ ദുനിയാവിന്റെ പിന്നാലെയാണ്. നമുക്ക് തവക്കുൽ നഷ്ടപ്പെടുന്നു. മൂന്നാമത് നമ്മൾ പറയാറുണ്ട്, മരണം ഉറപ്പാണ്, എല്ലാവരും മരിച്ചു പോകും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മരണത്തിലേക്കുള്ള അമലുകൾ നമ്മൾ ചെയ്തു വെക്കുന്നില്ല എന്നുള്ളതാണ്. മരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല, എല്ലാവരും ഉറപ്പിച്ച കാര്യം. പക്ഷേ മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പറയുന്നതും വിശ്വസിക്കുന്നതുമായ കാര്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ കാണാനുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നു, മക്തൂബുൻ അലാ സാഖിൽ അർശി, അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനമാ റസൂൽ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അർശിന്റെ തൂണിൽ, അർശിന്റെ ഭിത്തിയിൽ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ആരെങ്കിലും എനിക്ക് അനുസരണമുള്ളവനായാൽ, അള്ളാഹുവിനെ അനുസരിച്ചാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അവന് അനുസരിക്കും. നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ചാൽ അള്ളാഹു നമുക്ക് അനുസരിക്കും. എങ്ങനെ അള്ളാഹു നമുക്ക് അനുസരിക്കാം? പടച്ചോനെ, എനിക്ക് ഇന്ന ദിവസം ഒരു വലിയൊരു സാമ്പത്തിക ആവശ്യമുണ്ട്, നീ അത് നടത്തിത്തരണേ എന്ന് അള്ളാഹുവോട് അങ്ങോട്ട് പറയാണ്. അപ്പൊ അള്ളാഹു നമുക്ക് അനുസരിച്ച്, നമ്മെ അനുസരിക്കലിന്റെ ഭാഗമായി അള്ളാഹു അത് നടത്തിത്തരും. പടച്ചോനെ, എനിക്ക് കാലുവേദനയാ, നീ മാറ്റിത്തരണേ എന്നത് അള്ളാഹിനെ അങ്ങ് ഏൽപ്പിക്കാണ്. അത് മാറ്റിത്തരാൻ വേണ്ടി അള്ളാഹുവോട് നമ്മളത് അങ്ങോട്ട് പറയാണ്. അപ്പൊ അള്ളാഹു നമ്മെ അനുസരിക്കും. അതാണ് ഖുദ്സിയായ ഹദീസ്, അന മുതീഉ മൻ അത്വാഅനി, എന്നെ വഴിപ്പെടുന്നവനെ, എന്നെ അനുസരിക്കുന്നവനെ ഞാനും അനുസരിക്കും. വമുഹിബ്ബു മൻ അഹബ്ബനി, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുമെന്ന് അള്ളാഹു പറയുന്നു. വമുജീബു മൻ ദഅാനി, എന്നെ വിളിച്ച് ദുആ ചെയ്യുന്നവന് ഞാൻ അങ്ങോട്ട് ഉത്തരം ചെയ്യുമെന്ന് അല്ലാഹ് പറയുന്നു. വഗാഫിറു മൻ ഇസ്തഗ്ഫറനി, എന്നോട് പുറത്തു തരാൻ തേടുന്നവന് ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ് എന്ന് അള്ളാന്റെ പ്രഖ്യാപനം. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ചിന്തിച്ചു നോക്കുക, ഒരു സൂഫിയായ മഹാന്റെ നിസ്കാരത്തെ കുറിച്ച് മഹാനായ ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നത് കാണാം. നമുക്കൊക്കെ നിസ്കാരത്തിൽ ശ്രദ്ധ പോകുന്നുണ്ട്. മഹാനായ മമ്പുറം തങ്ങള് ഒരിക്കൽ ഒരു സ്ഥലത്ത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മമ്പുറം തങ്ങൾ ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി കയറി, ഒരു പള്ളിയിൽ കയറി. പള്ളി കയറി കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ഈ പള്ളിയിൽ ചാണകം നാറുന്നു എന്ന്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, പള്ളിയിൽ എന്തെങ്കിലും നജസുണ്ടാവും? വേറെ ആർക്കും അതിൻ്റെ സ്മെല്ല് കിട്ടുന്നില്ല. തങ്ങളിങ്ങനെ പറയുകയും ചെയ്തു, ചാണകം നാറുന്നു എന്ന്. പെട്ടെന്ന് ആ പള്ളി മിഹ്റാബിൽ നിന്നും ഇമാം ഓടി വന്നിട്ട് തങ്ങൾ പാപ്പാടെ കൈ പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞു, പുറത്തു തരാൻ അള്ളാഹുവോട് ദ്വാരക്കണം എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നറിയോ? ഈ പള്ളിയിൽ അന്ന് നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന് ആ ഇമാമിന്റെ, ആ ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചിട്ട് 7 ദിവസം നാളത്തേക്ക് ആവാണ്. അപ്പോ 7ന്റെ അന്ന് കുട്ടിയുടെ മുടി കളച്ചിലിന് മൃഗത്തെ അറുത്തു കൊടുക്കണം. അറുത്തു കൊടുക്കാനുള്ള മൃഗം വാങ്ങണോലോ, എന്ത് ചെയ്യുമെന്ന ചിന്ത നിസ്കാരത്തിൽ വന്നപ്പോ അത് മഹാനായ അള്ളാഹുവിന്റെ വലിയ കാലഘട്ടത്തിന്റെ കുത്തുബുമായ മമ്പുറം തങ്ങൾക്ക് അയാളുടെ മാനസികാവസ്ഥയെ ബോധ്യമാവുകയാ അദ്ദേഹത്തിന്റെ കറാമത്ത് കൊണ്ട്. അപ്പൊ അങ്ങനെ നിസ്കാരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. കണ്ടോളൂ, ഒരു സുഫിയായ മഹാന്റെ നിസ്കാരം. അദ്ദേഹം നിസ്കരിക്കാൻ കയ്യുകെട്ടിയാൽ നമ്മൾ പറയുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവോട് മാത്രം അടിസ്ഥാനപരമായ സഹായം തേടുന്ന ഒരു വലിയ പ്രതിജ്ഞാവചനമുണ്ട്. അള്ളാഹുവേ, ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിന്റെ അടിമയാണ് എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഫാത്തിഹയിലൂടെ റബ്ബിന്റെ മുന്നിൽ തവാളുഇൽ, വിനയത്തിൽ എത്തിപ്പെടുകയാണ്. ഇങ്ങനെ ഒരു മഹാനായ സൂഫിയായ മഹാൻ ഫാത്തിഹയിൽ ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം നിസ്കാരം ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു, അല്ലടോ, നിന്റെ നിസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു നീ പറഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ നീ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരാളല്ലേ. അതുകൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സ്വഭാവം നിനക്കുണ്ട്, അതങ്ങോട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് വരൂ, എന്നിട്ട് നിസ്കരിക്കൂ എന്ന് അള്ളാഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. അദ്ദേഹം ആ നിസ്കാരം കഴിഞ്ഞിട്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ആ പുറംപൂച്ചിന്റെ പണികളൊക്കെ നിർത്തി തൗബ ചെയ്ത് വീണ്ടും നിസ്കരിക്കാൻ തീരുമാനിച്ചു. വീണ്ടും നിസ്കാരത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫാത്തിഹ ഓതുകയാണ്. ഇയ്യാക നഅ്ബുദു എന്ന ഭാഗമെത്തി. അള്ളാഹുവേ, ഞാൻ നിന്റെ അടിമയാണ് അള്ളാഹ്, അതാണല്ലോ അതിനർത്ഥം. അങ്ങനെ വന്നപ്പോ മഹാനായ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു, അള്ളാന്റെ അടിമയാണെന്ന് പറഞ്ഞിട്ട് സമ്പത്തിന് വലിയ വില കൽപ്പിച്ച് പണത്തോടുള്ള ഒരു താല്പര്യവും ഈ നിസ്കാരത്തിനപ്പുറം നിനക്ക് ഉണ്ടല്ലോ. അതുകൊണ്ട് അള്ളാന്റെ അടിമയാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ അംഗീകരിക്കുന്നുവെങ്കിലും പൈസയാണ് ഏറ്റവും വലുതെന്നൊരു തോന്നലും നിന്റെ മനസ്സിലുണ്ടല്ലോ. നമുക്കും അങ്ങനെ ഉണ്ടല്ലോ. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ നമ്മൾ പറയും അല്ലേ. അല്ലാഹു അക്ബറിന്റെ അർത്ഥം ഏറ്റവും വലിയവൻ അള്ളയാണ്. എന്നിട്ട് പറയും പിന്നെ ഏത് കാര്യത്തിനും പൈസ വേണം, പൈസ അല്ലാണ്ട് ഒന്നും നടക്കൂല എന്ന് നമ്മൾ അത് കഴിഞ്ഞിട്ട് പറയുകയും ചെയ്യും. അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്യും, അതിന്റെ കൂടെ പൈസയാണ് ഏറ്റവും വലുതെന്ന് പറയുകയും ചെയ്യും. പണം ഇല്ലെങ്കിൽ, പൈസ ഇല്ലെങ്കിൽ, ക്യാഷ് ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല. എല്ലാത്തിനും പൈസ വേണം, അങ്ങനെയല്ല, എല്ലാത്തിനും അല്ല വേണം, അങ്ങനെയാ പറയേണ്ടത്. നമ്മൾ നേരെ തിരിച്ചു തന്നെയാണ്. അള്ളാഹ് ഏറ്റവും വലിയവനാണെന്ന് നിസ്കാരത്തിൽ ഉടനീളം തക്ബീർ ചൊല്ലിയും അല്ലാതെയും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഏറ്റവും വലിയവൻ അള്ളയാണ് എന്ന് പറയുകയും ചെയ്യും. പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ പറയുന്നത് ഏറ്റവും വലുത് പൈസയാണ്, പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല, പൈസ ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും, എല്ലാം പണമാണ് എന്ന് പറയുന്നു. ഈ മഹാനോട് അള്ളാഹു മനസ്സിൽ തോന്നിക്കാണ്, ഇയ്യാക നഅ്ബുദു, നിന്റെ അടിമകളാണ് ഞങ്ങൾ നിന്റെ അടിമകളാണ്, നീ ഞങ്ങളുടെ യജമാനനാണ്, നിനക്ക് ഞങ്ങൾ ദാസ്യവേല ചെയ്യുന്നു അല്ലാ. എടോ, നീ അങ്ങനെ പറഞ്ഞുവെങ്കിൽ നീ പണത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. പണമില്ലാതെയും ഭൂമിയിൽ അള്ളാഹു ജീവിതം തരാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് പണത്തോടുള്ള നിന്റെ അമിതമായ ബഹുമാനം അങ്ങ് ഒഴിവാക്കണം, തൗബ ചെയ്യണം. ആ മഹാൻ മനസ്സിൽ സമ്പത്തിനോടുള്ള താല്പര്യവും ബഹുമാനവും ഒക്കെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് അള്ളാഹുവോട് കരളുരുകി തൗബ ചെയ്തു. പിന്നെ നിസ്കരിക്കാൻ വേണ്ടി കയ്യുകെട്ടി. എന്നിട്ട് പിന്നെയും ഫാത്തിഹ ഓതി. ഇമാം ഗസാലി രേഖപ്പെടുത്തുകയാണ്, ഇയ്യാക നഅ്ബുദു, വീണ്ടും അള്ളാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞ, പടച്ചോനെ, നിന്റെ അടിമകളാണ് ഞങ്ങൾ, നിന്നോട് ഞങ്ങൾ സഹായം, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അദ്ദേഹത്തിന്റെ പണമൊക്കെ അദ്ദേഹം സദഖ ചെയ്ത് തൗബ ചെയ്തിട്ട് ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് വസ്ത്രത്തോട് വല്ലാത്ത താല്പര്യം ഉണ്ടല്ലോ. ഈ വസ്ത്രങ്ങളോടുള്ള താല്പര്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇബാദത്തിൽ നിന്റെ മനസ്സിൽ എവിടെയൊക്കെ ഈ വസ്ത്രത്തോടുള്ള ഒരു അമിതമായ ഭ്രമമുണ്ട്, അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട്, അമിതമായ വസ്ത്രപ്രണയം അങ്ങ് ഒഴിവാക്കിയിട്ട് റബ്ബുൽ ഇസ്സത്തിലേക്ക് ഒന്നുകൂടി തൗബ ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ മഹാൻ ദുനിയവിയായ എല്ലാ താല്പര്യങ്ങളെയും പൂർണ്ണമായും ഉപേക്ഷിച്ച് അള്ളാഹുവോട് തൗബ ചെയ്തിട്ട് പിന്നെ നിസ്കരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് സക്സസ്സായി. അദ്ദേഹത്തോട് അള്ളാഹുവിന്റെ വിളിയാളം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയാണ്, തോന്നലിലൂടെ വരികയാണ്, ഇപ്പോഴാണ് നീ ശരിക്കും അള്ളാഹുവിന്റെ അടിമയായത്. ഇതൊക്കെ മഹാന്മാരായ തസവുഫിന്റെ ഉലമാഇന് കിട്ടുന്ന, റബ്ബിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ലദുന്നിയായ അനുഭവങ്ങളാണ്. ഇമാം ഗസാലി അവിടുത്തെ മുകാശഫയിൽ അത് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലേൽ പോലും ഹൃദയത്തിൽ നിന്നും അശ്രദ്ധ ഒഴിവാക്കാൻ നമുക്ക് കഴിയുന്ന മാർഗങ്ങളാണ്. ഒന്ന്, എന്ത് കാര്യം പറയാനോ ചെയ്യാനോ തീരുമാനിച്ച മനസ്സിൽ ആദ്യം അങ്ങോട്ട് നമ്മൾ ചിന്തിക്കുക, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ അല്ലയോ എന്ന് ഒന്ന് കണക്കുകൂട്ടാം. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് കണ്ടാൽ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കാം. രണ്ടാമത്, ഒഴിവ് സമയങ്ങൾ മുഴുവനും എന്തെങ്കിലും നാവിൽ ദിക്റുകളായും സ്വലാത്തുകളായും ഇങ്ങനെ ഉരവിട്ടുകൊണ്ടിരിക്കുക. ഈ രണ്ട് മാർഗങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ഗഫലത്തിൽ നിന്നും ഒഴിവായി എന്ന അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. ഇനിയും ഒരു മാർഗവും കൂടിയുണ്ട്. ളുഹ നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ 4-ൽ കൂടുതൽ നിസ്കരിക്കാൻ, അങ്ങനെ പതിവായി ചെയ്യാൻ ഒന്ന് ശ്രദ്ധിച്ചാലും ഈ അവസ്ഥ മാറിക്കിട്ടും. ഗഫലത്തിന്റെ അവസ്ഥ മാറാതെ ഒരാൾക്കും കലിമ ചൊല്ലാൻ കഴിയൂല എന്നത് ഉറപ്പാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.